പുണ്യനബിയുടെ നാവിൽ നിന്ന് കേൾക്കുമ്പോഴേ, മഹത്തുക്കളുടെ മഹാത്മാക്കളുടെ ജീവിതങ്ങൾ വായിച്ചെടുക്കുമ്പോഴേ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറിച്ച് അറിയുമ്പോഴേ, അവരുടെ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ പറയുന്നതിൽ ഒരു മുസ്ലിമിന് ഒരു മടിയും കാണിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, യുക്തി തലച്ചോറ് എവിടെയെങ്കിലും കൊണ്ടുപോയി പണയം വെച്ചവർ അത് സ്വീകരിക്കേണ്ട. പക്ഷേ ഒരു മുസ്ലിം അത് സ്വീകരിച്ചിരിക്കും. അവർക്കത് വിശ്വസിക്കാൻ പ്രയാസമില്ല. അത്രേ അതിനുള്ളൂ. ഈജിപ്ത്, നൈൽ നദി, ഒരു അത്ഭുതകരമായ സംഭവം അവിടെ ഈജിപ്തിൽ നടക്കുന്ന കാലം. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആണ് ഈജിപ്തിന്റെ അന്നത്തെ ഗവർണർ. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം. അന്നത്തെ ആളുകൾ മഹാനവരുടെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, അയ്യുഹൽ അമീർ, ഞങ്ങളുടെ അമീറായ അംർ ഇബ്നുൽ ആസ് തങ്ങളെ, അവിടുത്തെ മതമില്ലാത്ത ആളുകൾ ആചരിച്ചു വരുന്ന ഒരു മാസമുണ്ട്, ബുന. ആ ബുന മാസത്തിലെ 12 ദിവസം കഴിഞ്ഞാൽ നൈൽ നദിയിലെ വെള്ളം സുലഭമായി ഒഴുകാൻ വേണ്ടി അവർ ചെയ്തിരുന്ന ഒരു പണിയുണ്ടായിരുന്നു. കന്യകയായ ഒരു പെൺകുട്ടിയെ, അവരുടെ മാതാപിതാക്കളെ വേണ്ടുവോളം സമ്പത്തും സ്വർണവും കൊടുത്ത് സമാധാനിപ്പിച്ച് ആ പെൺകുട്ടിക്ക് നല്ല വസ്ത്രവും ആഭരണങ്ങളും അണിയിച്ചു കൊണ്ടുവന്ന് നിറഞ്ഞൊഴുകുന്ന നദിയിൽ, നൈൽ നദിയിൽ ആ പെൺകുട്ടിയെ ജീവനോടെ എറിയുന്ന ഒരു ദുരാചാരം, ഒരു സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസം അന്ന് നടക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ ബലി കൊടുത്താലേ ഈജിപ്തിലെ വെള്ളം, നൈൽ നദിയിലെ വെള്ളം സുലഭമായി ഒഴുകുകയുള്ളൂ എന്നാണ് അവരുടെ വിശ്വാസം. അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ല. ഇസ്ലാം സർവ്വ ദുരാചാരങ്ങളെയും, ബേസ്ലെസ് ബിലീഫ് ആൻഡ് പ്രാക്ടീസസ്, എല്ലാറ്റിനെയും ഇസ്ലാം തുടച്ചു നീക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നിരപരാധിയായ ഒരു പെൺകുട്ടിയെ ബലി കൊടുക്കരുത്, ഇത് നിങ്ങൾ ചെയ്യരുത്. അപ്പൊ ഞങ്ങളുടെ നൈൽ നദിയോ, ഇത്രയും കാലം ബൂന മാസത്തിൽ ഞങ്ങൾ ചെയ്തിരുന്ന ഈ ഒരു പ്രാക്ടീസ് ഞങ്ങൾ നിർത്തണമെന്നാണോ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, നിർത്തണം. 3 മാസം അവർ നിർത്തിവെച്ചു. നൈൽ നദിയിലെ വെള്ളം കുറയാൻ തുടങ്ങി. നൈൽ നദിയിലെ വെള്ളം വറ്റി വരളാൻ പോവുകയാണ്. പല ആളുകളും അവിടെ നിന്ന്, നൈൽ നിശ്ചലമായാൽ ഈജിപ്ത് നിശ്ചലമാണ്. അന്ന് നൈലിനെ ആശ്രയിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്, നമുക്കറിയാം. അവർ നാടുവിടാൻ പോവാൻ, പല ആളുകളും രാജ്യം വിടാൻ തയ്യാറായി, ഫലസ്തീനിലേക്ക്, ആഫ്രിക്കയുടെ മറ്റു ഭാഗങ്ങളിലേക്ക്. കാരണം നൈലിൽ വെള്ളമില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞില്ലേ ആ ബലി നടത്തിയാലേ ഇത് ശരിയാവൂ എന്ന്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അന്നത്തെ അമീറായിരുന്ന ഖലീഫയായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കത്തെഴുതുകയാണ്, അമീറുൽ മുഅ്മിനീൻ, ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. നിരപരാധിയായ ഒരു പെൺകുട്ടിയുടെ ജീവൻ ഹോമം കൊടുത്താൽ മാത്രമേ ഇവിടെ നൈൽ നദി ഒഴുകുകയുള്ളൂ എന്ന് പറഞ്ഞ് അവരുടെ വിശുദ്ധ മാസമെന്ന് അവര് വിചാരിക്കുന്ന ബുന മാസത്തിന്റെ 12-ാം തീയതി ഒരു രാത്രിയിൽ നിരപരാധിയായ ഒരു പെൺകുട്ടിയെ ബലി കൊടുക്കുന്ന ഈ ദുരാചാരം ചെയ്യരുത് എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, അമീറുൽ മുഅ്മിനീൻ. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് പോവാൻ, നൈൽ നദി വറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് പരിഹാരം വേണം. മദീനയിലിരിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ ഏത് 2 പേരുടെ തോളിൽ കൈവച്ചുകൊണ്ടാണോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഹകദാ നദ്ഖുലു, ഞങ്ങൾ ഇങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന് നിബിതങ്ങൾ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, ഉമർ എന്നവർ ജീവിച്ചിരിക്കുന്ന കാലമാണത്. ഉഹദിന്റെ മലമുകളിൽ അള്ളാഹുവിന്റെ ഹബീബും സ്വഹാബിമാരിൽ സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും ഉസ്മാൻ എന്നവരും നടന്നു പോകുമ്പോഴാണ് ഫർജിഫത്ത്, ഉഹദ് മലക്കൊരു കിടിലം കൊണ്ടത്. ഒന്ന് കുലുങ്ങി. ഭൂകമ്പമാണോ എന്നവർ പേടിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ പരിശുദ്ധമായ കാലുകൊണ്ട് ഉഹദിന്റെ മലയിൽ ചവിട്ടിയിട്ട് പറഞ്ഞു, ഉസ്ബുത് യാ ഉഹദ്, ഉഹദേ ശാന്തമായി നിൽക്കണേ, ഫഇന്നമാ അലൈക സിദ്ദീഖുൻ വശഹീദാൻ, നിന്റെ ഇന്നമാ അലൈക നബിയുൻ വസിദ്ദീഖുൻ വശഹീദാൻ, ഉഹദേ നിന്റെ മേലെ നടക്കുന്നത് ഒന്ന് നബിയാണ്, മറ്റൊന്ന് 2 ഷഹീദുമാരാണെന്ന് നബി തങ്ങൾ പറഞ്ഞ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, 2 പേര് ശുഹദാക്കളാണ്. സിദ്ദീഖുൻ മറ്റൊന്ന് സിദ്ദീഖാണ്. എത്ര തവണയാണ് ഉമർ എന്നവരെ, സിദ്ദീഖ് എന്നവരെയൊക്കെ നബി തങ്ങൾ ഉയർത്തി പുകഴ്ത്തി പറഞ്ഞത്.
അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു കുൻതു ബവ്വാബൻ ലിറസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി മദീന തോട്ടത്തിലെ ഒരു ഗേറ്റ് കീപ്പറായിട്ട് ജോലി ചെയ്തൊരു സമയമുണ്ട്. ഒരു ദിവസം മദീനയിലെ ആ തോട്ടത്തിൽ ഒഴുകുന്ന ഒരു ചെറിയ അരുവിയിൽ അല്ലെങ്കിൽ ചെറിയൊരു കിണർ, ആ കിണറ്റിലേക്ക് കാല് താഴ്ത്തിയിട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞു, ഗേറ്റ് അടച്ചു കളഞ്ഞേക്കണം, ആര് വന്നാലും എന്നോട് സമ്മതം ചോദിക്കണം, എന്നിട്ട് തുറന്നു കൊടുക്കാം. ആദ്യമായി വാതിൽക്കൽ മുട്ടുന്നു ഹബീബിന്റെ ആത്മസുഹൃത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂ മൂസ അശ്അരി പറഞ്ഞു, നബിയേ, സിദ്ദീഖ് എന്നവർ വന്നിട്ടുണ്ട്, തുറക്കണോ വാതിൽ? ഇഫ്തഹ് ല, തുറന്നു കൊടുത്തോക്കൂ, തുറന്നു കൊടുത്തേക്കൂ. വബശ്ശിറുഹു ബിൽ ജന്ന, സ്വർഗ്ഗമുണ്ട് എന്ന് സന്തോഷം അറിയിച്ചു കൊടുത്തേക്കണേ. രണ്ടാമത് വരുന്നു ആര്? നമ്മുടെ കഥാപുരുഷനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അന്ന് അമീറുൽ മുഅ്മിനീനായില്ല, ഹബീബിന്റെ സ്വഹാബിയാണ്. നബിയെ, ഉമർ എന്നവർ വന്നിട്ടുണ്ട്, തുറക്കണോ? ഇഫ്തഹ് ലഹു, തുറന്നു കൊടുത്തേക്കൂ. വബശ്ശിറുഹു ബിൽ ജന്ന, സ്വർഗ്ഗമുണ്ട് എന്ന് സന്തോഷം അറിയിച്ചു കൊടുക്കണേ ഉമർ എന്നവർക്ക്. ഫദഖല ഉമർ, ഉമർ എന്നവരും കയറി വരുന്നു. പിന്നെ മൂന്നാമത് ഒരാളുടെ ചരിത്രമാണ് അബൂ മൂസ അശ്അരി തങ്ങൾ പറഞ്ഞത്. വന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ബശ്ശിറുഹു ബിൽ ജന്ന, അവർക്ക് നിങ്ങൾ സ്വർഗ്ഗമുണ്ട് എന്ന് പറയണം. ഫീ ബൽവൻ തുസീബുഹു, ഒരു കടുത്ത പരീക്ഷണത്തിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വരും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദാരുണമായി കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ആ സംഭവത്തിലേക്കുള്ള സൂചനയായിരുന്നത്. ഏതായിരുന്നാലും അത്രമേൽ അല്ലാഹുവിന്റെ റസൂൽ നെഞ്ചോട് ചേർത്ത് വെച്ച ഹബീബിന്റെ മഹ്ബൂബായ സ്വഹാബികളിൽ ഒരാളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അമീറുൽ മുഅ്മിനീനെ, ഇതാണ് ഈജിപ്തിന്റെ കഥ, ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചൊരു മറുപടി കൊടുത്തു. ആ മറുപടി കൂടെ യുക്തിചിന്തക്ക് യുക്തിയാണ് ഇസ്ലാം എന്ന് ചിന്തിക്കുന്നവർ, അല്ലെങ്കിൽ യുക്തിചിന്തയാണ് ദീനിന്റെ ശരീഅത്തിന്റെ ആശയങ്ങളെക്കാളും വലുത് എന്ന് ചിന്തിക്കുന്നവർ ഒന്നുകൂടെ കേട്ടോളൂ. ഇത് അംഗീകരിക്കുന്നവനാണ് മുസ്ലിം. ഇതിലൊന്നും നമുക്കൊരു പ്രയാസമില്ല, ഇത് പറയാനൊരു മടിയില്ല, അഭിമാനമാണ്. അങ്ങനെ മടിയുള്ള ഒരു ഇസ്ലാമിന്റെ ദായർ എന്ന് പുറത്തു പോകും, അത്രേ ഉള്ളൂ. കറാമത്തും മുഅ്ജിസത്തൊന്നും നടക്കൂല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അപ് ടു ദം, അങ്ങനെ വേണമെങ്കിൽ അവർക്ക് തീരുമാനിക്കാം. പക്ഷെ ഒരു മുഅ്മിൻ ഇതൊക്കെ അംഗീകരിക്കും. സത്യസന്ധമാണോ പറയുന്നത്? ആരെപ്പറ്റി പറയുന്നു? അവരാരായിരുന്നു? ഈ പറയുന്ന ആള് സത്യസന്ധനാണോ? എങ്കിൽ നമ്മുടെ നാടുകളിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ, കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ നടന്നുപോയ നൂറുകണക്കിന് മഹാത്ഭുതങ്ങളുണ്ട്. നുണ പറയരുത് ആരും, പക്ഷെ ഉള്ള സംഗതി നിഷേധിക്കാനും പാടുള്ളതല്ല, അല്ലേ? കറാമത്തുകൾ ഉള്ള സംഭവമല്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്താണിത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവം അല്ലാമ ഇബ്നു കസീർ തങ്ങൾ അവരുടെ താരീഖിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചൊരു കത്തെഴുതുകയാണ്. എന്താണ് കത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ കത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ഇങ്ങനെയാണ്: ലഖദ് അസ്ബത ബില്ലദീ ഫഅൽത്, അംർ ഇബ്നുൽ ആസ്, നിങ്ങൾ ചെയ്തത് സത്യമാണ്. ആ കുഞ്ഞിനെ ബലി കൊടുക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ, ആ ജീവൻ രക്ഷിച്ചില്ലേ? വെൽ ഡൺ, നിങ്ങൾ ചെയ്തത് നന്നായി. വൽ ഇസ്ലാമു യഹ്ദിമു മാ കാന ഖബ്ലഹ്, ഇസ്ലാം അതിന്റെ മുമ്പുള്ള ദുരാചാരങ്ങളെ മുഴുവൻ തിരുത്തുന്നതാണ്, മാറ്റിമറിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു അതിൽ കത്തെഴുതി. ഇന്നി ഖദ് ബഅസ്തു ഇലൈക ബിബിതാഖ ഫീ ദാഖിലി കിതാബി, ഞാൻ തരുന്ന ഈ കത്തിന്റെ ഉള്ളിൽ ഒരു കടലാസിന്റെ കഷ്ണമുണ്ട്. ഫഅൽഖിഹാ ഫിന്നീലി ഇദാ അതാകൽ കിതാബ്, എൻ്റെ ഈ കത്ത് നിങ്ങൾക്ക് കിട്ടിയാൽ ആ കടലാസിന്റെ കഷ്ണം നൈൽ നദിയിൽ കൊണ്ടുപോയി ഇടണം. അത്ര ചെയ്താൽ മതി, ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി ഇടണ്ട, എൻ്റെ ഈ കത്തിന്റെ കഷ്ണം കൊണ്ടുപോയി ഇടണം. ആര് പറഞ്ഞു? ഉമർ റളിയല്ലാഹു അൻഹു. എന്താണ് ആ കത്തിലുള്ളത്? ആ കത്ത് കൈപ്പറ്റിയപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ആഫ്രിക്കയിലെ ഇസ്ലാമിന്റെ ദഅവത്തിന് തുടക്കം കുറിച്ച സ്വഹാബിയാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ആഫ്രിക്കയിലെ ആദ്യത്തെ മസ്ജിദ്, ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ ഈജിപ്തിലെ ആദ്യത്തെ മസ്ജിദ്, മസ്ജിദുൽ ഫുസ്താത്ത്, മസ്ജിദ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഇന്നും അവിടെ ഉണ്ട്. ഇപ്പോൾ അത് റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, പുതുക്കിപ്പണിതുകൊണ്ടിരിക്കുകയാണ്. വളരെ വിശാലമായ മസ്ജിദാണ്. ഇമാം ഷാഫിഈ തങ്ങൾ ദർസ് നടത്തിയ സ്ഥലം അടയാളപ്പെടുത്തിയിട്ട് 4 മദ്ഹബുകളിൽ 4 ഖുത്ബകൾ 4 ജുമുഅകൾ നടന്നിരുന്ന ഒരു പള്ളിയാണ് മസ്ജിദ് അംർ ഇബ്നുൽ ആസ്. ഈ കൈറോവിൽ ഇന്നും പോയാൽ കാണാൻ കഴിയും. ആ മസ്ജിദൊക്കെ സ്ഥാപിച്ചത് ഈ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആണ്. അതിൽ ഒരു അത്ഭുതം, മഹാനവറുകൾ അവിടെ ഫുസ്താത്ത് വലിയൊരു ടെന്റ് കെട്ടി താമസിക്കുകയാണ്. ആ ടെന്റ് അവിടെ നിന്ന് പൊളിച്ചെടുത്ത് അടുത്തൊരു സ്ഥലത്തേക്ക് ലൊക്കേഷൻ മാറാൻ വേണ്ടി പോകുമ്പോൾ സ്വഹാബിമാര് വന്ന് പറഞ്ഞു,
അംർ ഇബ്നുൽ ആസ് തങ്ങളോട് യാ അയ്യുഹൽ അമീർ, അവിടെ ഒരു പ്രാവ് കൂടുകൂട്ടിയിട്ടുണ്ട്, മുട്ടയുണ്ട്, അത് വിരിഞ്ഞിട്ടില്ല, എന്ത് ചെയ്യണം? ഈ ടെന്റ് പൊളിക്കണോ? നമ്മൾ ആരെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കുമോ? അങ്ങനെ ഒരു പക്ഷിക്കൂട് കണ്ട ആരെങ്കിലും ചെന്ന് പറഞ്ഞു കൊടുക്കുമോ? അങ്ങ് പൊളിച്ചു കളഞ്ഞു പോവാന്നല്ലാണ്ട്. പക്ഷേ സ്വഹാബിമാർ അത് ചെയ്തില്ല. അംർ ഇബ്നുൽ ആസ് തങ്ങളോട് ഈ പക്ഷിക്കുഞ്ഞുങ്ങൾ വിരിയുന്നവരെ അവിടെ നിർത്തണോ അതല്ല ഇത് പൊളിച്ചെടുക്കണോ, നമ്മൾ യാത്ര പോവല്ലേ? എന്താണ് ആ സ്വഹാബി പറഞ്ഞെന്നറിയോ? നബി തങ്ങൾ ദഅവത്തിന് പറഞ്ഞയച്ച സ്വഹാബിയാണത്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അവിടെ തന്നെ നിന്നോട്ടെ, ആ ടെന്റ് പൊളിച്ചു കളയണ്ട, ആ ഫുസ്താത്ത് അവിടെ തന്നെ നിൽക്കട്ടെ. ഇന്നും അവിടെയുണ്ട് മദീനത്തുൽ ഫുസ്താത്ത്. കൈറോയുടെ പഴയ നഗരവീഥിയിലൂടെ നടന്നാൽ ജീസയുടെ ഭാഗത്തുകൂടെ കടന്നു പോകുമ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തമ്പടിച്ചിരുന്ന സ്ഥലം നമുക്കവിടെ കാണാൻ കഴിയും. ആ ഫുസ്താത്ത് നിന്നിരുന്ന സ്ഥലമാണ് പിന്നെ ഒരു നഗരമായി മാറിയത്. മദീനത്തുൽ ഫുസ്താത്ത് ഒരു പക്ഷിക്ക് വേണ്ടി ഉണ്ടായ നഗരമാണത്. ഒരു പക്ഷിക്ക് വേണ്ടി. ആ ഒരു പക്ഷിയോട് കരുണ കാണിക്കണേ, അതൊരു ഉമ്മയാണ്, അതിന്റെ പിഞ്ചു മക്കളാണ് ഇവിടെ ജനിക്കാൻ പോകുന്നത്. ആ മക്കളെയും കാത്തുകൊണ്ടാണ് ആ പക്ഷിക്കുഞ്ഞ് അടയിരിക്കുന്നത്, ആ പക്ഷിത്തള്ള അടയിരിക്കുന്നത്. അതൊരു മാതാവാണ്, അതൊരു കുടുംബമാണ്. അവരോട് കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ആ അമീറാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അവരാണ് ആഫ്രിക്കയിലേക്ക് ഇസ്ലാമിന്റെ വെളിച്ചം കൊണ്ടുവന്ന മഹാനായ സ്വഹാബി. സ്വഹാബിയുടെ കയ്യിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് ലഭിക്കുകയാണ്. എന്താണ് കത്തിൽ എഴുതിയത്? മിൻ അബ്ദില്ലാഹി ഉമർ അമീരിൽ മുഅ്മിനീൻ ഇലാ നൈൽ മിസ്ർ അമ്മാ ബഅദ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ ഉമർ എന്നവർ ആ കത്തിൽ സംസാരിക്കുകയാണ്. ആ കടലാസിന്റെ കഷ്ണമാണ് നൈൽ നദിയിൽ കൊണ്ടുപോയി ഇടാൻ പറഞ്ഞത്. ഈ സംഭവം അല്ലാമ ഇബ്നു കസീർ അവരുടെ താരീഖിൽ വളരെ മനോഹരമായി വിശദീകരിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും വാറോല കഥയല്ല എന്നർത്ഥം. വിശ്വാസയോഗ്യമായ പ്രമാണബദ്ധമായ ഒരു സംഭവമാണിത്. ആ കത്തിലുള്ളത് ഈ എഴുത്ത് മിൻ അബ്ദില്ലാഹി ഉമർ അമീരുൽ മുഅ്മിനീൻ, മുസ്ലിം ഉമ്മത്തിന്റെ ഭരണാധികാരി, അള്ളാഹുവിന്റെ അടിമയും ദാസനുമായ ഉമർ, ഇലാ നൈൽ മിസ്ർ, ഈജിപ്തിലൂടെ ഒഴുകുന്ന നൈൽ നദിയെ നിന്നോട് ബോധിപ്പിക്കുന്ന കത്താണിത്. അമ്മാ ബഅദ്, ഹംദും സ്വലാത്തൊക്കെ ചൊല്ലി അമ്മാ ബഅദ്. നൈൽ നദിയോടാണ് സംസാരിക്കുന്നത്. നൈൽ നദിക്കാണ് ആ കത്ത് കൊടുക്കുന്നത്. വെള്ളത്തിനോ ഒരു നദിക്കോ? ഇസ്ലാമിക പ്രവാചകരുടെ പുണ്യനബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടതോഴനായ അമീറുൽ മുഅ്മിനീൻ ഒരു നദിക്ക് കത്തെഴുതേ? അതെ, അതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത പൊയ്ക്കോ. നദിക്കാണ് കത്തെഴുതിയത്. അഡ്രസ് ചെയ്തത് നൈൽ നദിയോടാണ്. ഇലാ നൈൽ മിസ്ർ. എന്താ പറഞ്ഞ വാക്കെന്നറിയോ? ഫഇൻ കുൻത ഇന്നമാ തജ്രി മിൻ ഖിബലകി ഫലാ തജ്രി. നൈൽ നദി ഒഴുകാതെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. നൈൽ നദിയെ, നീ ഒഴുകുന്നത് നിന്റെ സ്വയം കഴിവ് കൊണ്ടാണെങ്കിൽ നീ ഒഴുകണ്ട, അവിടെ നിന്നോ, വറ്റിക്കോ, കുഴപ്പമില്ല. നീ ഒഴുകുന്നത് നീയായിട്ടൊഴുകുകയാണെങ്കിൽ അവിടെ നിന്നോ. ഉഗാണ്ടയിലെ ലേക്ക് വിക്ടോറിയയിൽ നിന്നാണ് നൈൽ നദിയുടെ ഉറവിടം. ആ സ്ഥാനത്തിന് സ്വർഗ്ഗലോകവുമായി ബന്ധമുണ്ട് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നഹ്റാനി ഫിൽ അർളി വ നഹ്റാനി ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ ഒഴുകുന്ന രണ്ട് നദികളും ഭൂമിയിലേക്ക് ഒഴുകുന്ന രണ്ട് നദികളുടെയും ഉത്ഭവസ്ഥാനം സിദ്റത്തുൽ മുൻതഹയാണെന്നും ആ സ്വർഗ്ഗലോകവുമായി ബന്ധമുള്ള നദികളാണ് അന്നീൽ വൽ ഫുറാത്ത്. ഇറാഖിൽ ഒഴുകുന്ന യൂഫ്രട്ടീസും ഈജിപ്തിലൂടെ ഒഴുകുന്ന നൈൽ നദിയും 6600 കിലോമീറ്റർ ഓടുന്ന നദിയാണ് നൈൽ. ഇന്നും കെയ്റോവിൽ നൈൽ നദി നിറഞ്ഞു നിൽക്കുന്ന നൈലാണ്. നിറയെ വെള്ളമാണ്. ആ നദിയോടാണ് ഉമർ എന്നവർ കത്തെഴുതിയത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്. നദിയെ, നീ ഒഴുകുന്നത് നീയായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഫലാ തജ്രി, നീ ഒഴുകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ വഇൻ കാനല്ലാഹുൽ വാഹിദുൽ ഖഹാറു ഹുവല്ലദീ യുജ്രീക് ഫനസ്അലുഹു അൻ യുജ്രിയക്. ഉടമസ്ഥനായ ഏകനായ സൃഷ്ടാവായ പ്രപഞ്ചത്തിന്റെ പരിപാലകനായ അള്ളാഹുവാണ് നൈലെ നിന്നെ ഒഴുക്കുന്നതെങ്കിൽ ആ അള്ളാഹുവിനോട് നിന്നെ ഒഴുക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. അതാണ് ആ കടലാസിലുള്ളത്. ഇത് കൊണ്ടുപോയി എറിയാനാ പറഞ്ഞത്. ഇങ്ങനെയൊരു ചരിത്രമുണ്ട്. ഞാൻ ഉദവി പറഞ്ഞ അടുത്ത കഥ എന്ന് പറഞ്ഞ് വേറെ വീഡിയോ ഇടാൻ പറ്റും. ഇങ്ങനൊരു കഥ ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കഥ. ആ കടലാസിന്റെ കഷ്ണം, തോൽ കഷ്ണം
നൈൽ നദിയിലേക്ക് വീണതിന്റെ ശേഷം അതും ഈജിപ്തുകാർ അവിടെ നിന്ന് നാടുവിടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. നേരം വെളുക്കുമ്പോ 16 മുഴം വെള്ളം നൈൽ നദിയിൽ പൊങ്ങിയിരുന്നു എന്നാണ് ചരിത്രം. 16 മുഴം ഒരൊറ്റ രാത്രി കൊണ്ട് ഉമർ തങ്ങളുടെ കത്ത് വന്നതാണ്. അതിനുശേഷം നൈൽ നദി വറ്റിയിട്ടില്ല. നൈൽ നദിയെ ഓർക്കുമ്പോ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മ വരും. മദീനത്ത് നിന്ന് കൊടുത്തയച്ച കത്താണത്. ആ കത്ത് കൊണ്ടുപോയിട്ടത് ആഫ്രിക്കൻ വൻകരയിൽ കിടക്കുന്ന ഈജിപ്തിലെ നൈൽ നദിയിലാണ്. അത്ര വലിയ കറാമത്തുണ്ടായ മഹാനാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവന്റെ ജീവിതത്തിന്റെ വളരെ അർത്ഥപൂർണമായ ചില മനോഹര നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് ഈ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലി ഒന്ന് ഫ്രഷ് ആയിട്ട് കയ്യും കാലൊക്കെ ഒന്ന് അനക്കിയിട്ടിരിക്കാം അല്ലേ? സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. മദീനയിലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം റൗദയിലേക്ക് കണ്ണന്തറയിലെ ഈ മഹല്ലിൽ നിന്നുള്ള ഈ സ്വലാത്ത് അവിടെ എത്തുന്നുണ്ട്. അതെത്തിക്കാൻ മലക്കുകൾ റെഡിയായി നിൽക്കാൻ, നിങ്ങളുടെ ചുണ്ടിൽ നിന്ന് വീഴാൻ കാത്തിരിക്കാൻ. ആ ബോധത്തിലാവട്ടെ അടുത്തൊരു സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഹബീബിന്റെ ചാരത്തണയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അവിടുത്തെ പുണ്യകരം കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം സാധുക്കളായ പാപികളായി നമുക്ക് അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് കൈയൊക്കെ ഒന്ന് അനക്കിയിട്ട് പൊക്കിയിട്ടൊക്കെ ഒന്ന് ഇരുന്നാൽ നല്ലൊരു ഫ്രഷ് ആയിട്ട് തോന്നും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لقد كان في قصصهم عبرة لأولي الألباب ما كان حديثا يفترى. മുൻഗാമികളുടെ ചരിത്രത്തിൽ നിങ്ങൾക്ക് പാഠങ്ങളുണ്ട്. ലം യജ്അലൂ ഹമ്മഹും ഹശ്വൽ ബുതൂനി വലാ لبس الحرير ولا الإغراق في النعم. ജീവിതത്തിന്റെ ചില ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയായിരുന്നുവത്. മഹാനായ ഉമർ എന്നവരുടെ മുമ്പിൽ ഇരിക്കുന്ന പ്രഗത്ഭരായ സ്വഹാബിമാരോടാണ് മഹാനായ അമീറുൽ മുഅ്മിനീൻ ചോദിച്ചത്, തമന്നൗ, നിങ്ങളൊന്ന് ആഗ്രഹം പറയൂ, എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു അഭിലാഷം? എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു അഭിലാഷം? തമന്നൗ, നമ്മളോട് ചോദിച്ചാൽ ചില ഉത്തരങ്ങളൊക്കെ നമുക്കൊക്കെ ഉണ്ടാവില്ലേ? ജീവിതത്തിലെ വലിയ ആഗ്രഹം, ഒരാഗ്രഹമേ പറയാവൂ, അതിലെല്ലാം ഉൾക്കൊണ്ടിരിക്കണം, എല്ലാറ്റിനും മീതെ നിൽക്കാൻ പറ്റുന്ന ഒന്ന്, അങ്ങനെ ഉണ്ടല്ലോ. മഹാനായ സ്വഹാബി അള്ളാഹുവിന്റെ ഹബീബിന് വുദൂഇന്റെ വെള്ളം എടുത്തു കൊടുക്കുമ്പോഴാണ് പുണ്യനബി തങ്ങൾ ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? സല്ലി, എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് തരാം. അന്നേരം ആ സ്വഹാബി ഒറ്റ കാര്യമാണ് പറഞ്ഞത്, മിനൽ ഹിക്മ, അതൊരു വലിയ തത്വജ്ഞാനമാണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയേ, അങ്ങയുടെ കൂടെ എനിക്ക് സ്വർഗ്ഗത്തിലെത്തണം. അവ ഗൈറ ദാലിക്, എനിത്തിങ് എൽസ്, ഒന്നുമില്ല നബി, അത് മാത്രം മതി, എന്നാൽ നിങ്ങൾക്കത് ലഭിക്കും. ഫഅഇന്നി അലാ ദാലിക ബികത്റത്തി സുജൂദ്, ധാരാളം സുന്നത്ത് നിസ്കാരം കൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണേ, ഞാനത് ചെയ്തു തരാം. ആര് പറഞ്ഞു? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചോദ്യം, തമന്നൗ, ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താണ്? അപ്പൊ സ്വഹാബിമാരൊക്കെ മുഖത്തോട് മുഖം നോക്കാൻ തുടങ്ങി. എന്താ ചെയ്യുക, എന്താ പറയാ? ജീവിതത്തിലെ എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്നാണ് ഈ ചോദിക്കുന്നത്. ആരും മിണ്ടുന്നില്ല. ഉമർ എന്നവർ, പറയൂ, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? തങ്ങളുടെ നബി തങ്ങൾ വഫാത്തായതിന്റെ ശേഷമാണിത്. അപ്പൊ ഒന്നും പറയുന്നില്ല. അപ്പൊ ഒരു സ്വഹാബി, അത്തമന്ന
ലൗ കാന ലീ മിൽഉ ഹാദിഹി ദാരി ദഹബൻ വഫില്ലതൻ ലഅൻഫഖ്തുഹാ ഫീ സബീലില്ലാഹ്. അവരിയ്ക്കുന്ന വീട്, ഈ വീട് നിറയെ സ്വർണ്ണ നാണയം വെള്ളി നാണയങ്ങൾ അല്ലാഹു എനിക്ക് നൽകുകയാണെങ്കിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? ഭാര്യയ്ക്ക് 10 മാൻ്റെ വളയും 5 പവൻ്റെ മാലയും പാദസരവും ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതാണോ? എന്ത് ചെയ്യുന്ന പറഞ്ഞേ? ലഅൻഫഖ്തുഹാ ഫീ സബീലില്ലാഹ്, അത് മുഴുവൻ ഞാൻ അല്ലാഹുവിൻ്റെ വഴിയിൽ കൊടുത്തിരിക്കും, ഒന്നുപോലും ഞാൻ എടുക്കൂല, എല്ലാം കൊടുക്കും. അതത്ര എളുപ്പമുള്ള കാര്യമില്ല. പൈസ കൈ കിട്ടിയോ കൊണ്ടേ അപ്പോഴേക്കും വിവരം അറിയാം, അപ്പോൾ കൊടുക്കാൻ തോന്നൂല. എത്ര ആൾക്കാരുണ്ട് അങ്ങനെ? ഗൾഫിലേക്ക് പോകുമ്പോഴൊക്കെ ഉസ്താദന്മാരോടൊക്കെ ദ്വാരപ്പിച്ചിട്ടില്ല, മുനീറുദ്ദീൻ ഉസ്താദ് ഇവിടെയൊക്കെ ദ്വാരണ്ടാവില്ല, ഗൾഫിലേക്ക് പോകണം, ആദ്യമായിട്ട് ദ്വാരക്കണേ, നല്ല ജോലി കിട്ടണേ, ശമ്പളം കിട്ടണേ. എന്നാൽ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ശമ്പളം കിട്ടുന്നുണ്ട് എന്നുള്ള വിവരമൊന്നും പിന്നെ നാട്ടുകാരെ അറിയില്ല. അത് പോയി, ആ ടൈം ദ്വാരം തന്നില്ലേ, കഴിഞ്ഞു. പിന്നെ തിരിഞ്ഞു നോക്കാറില്ല ബാക്കിലോട്ട്. ഒരുപാട് ആളുകളുടെ ആമീനാണ് എന്നെ ഇങ്ങോട്ട് എത്തിച്ചത്, ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയാണ് എൻ്റെ വിജയത്തിൻ്റെ കാരണം എന്നൊന്നും ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചോദിച്ചാൽ എടുത്തു കൊടുക്കാൻ കഴിയുക, ഇത് വലിയ തൗഫീഖാണ്. അമീറുൽ മുഅ്മിനീൻ, ഈ വീട് നിറയെ എനിക്ക് സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കുകയായിരുന്നുവെങ്കിൽ എൻ്റെ ആഗ്രഹം മുഴുവൻ ഞാൻ അള്ളാഹ്ക്ക് കൊടുക്കും. അപ്പൊ അടുത്ത സ്വഹാബി പറയൂ, തമന്നൗ, വേറെ ആർക്കാ എന്താ ആഗ്രഹം എന്ന് പറയും. അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഈ വീട് നിറയെ ഡയമണ്ടുകൾ, പ്രഷ്യസ് സ്റ്റോൺസ്, വിലപിടിപ്പുള്ള കല്ലുകൾ എനിക്ക് ലഭിക്കുകയാണെങ്കിൽ മുഴുവനും ഞാൻ അള്ളാഹുവിൻ്റെ വഴിയിൽ ദാനം ചെയ്യും. അവർ ദാനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നവാസ്കർ കാര്യം പറഞ്ഞിരുന്നു, പരിപാടിക്ക് കാര്യമായ ഓഫറും കാര്യങ്ങളൊന്നും വേണ്ട, ബക്കറ്റ് വരുമ്പോൾ എല്ലാവരും നന്നായിട്ടൊന്ന് സഹായിക്കണേ എന്ന് ഉസ്താദ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണേ, എല്ലാവരും ഒന്ന് കാര്യമായിട്ട് എന്നെ സഹായിക്കണേ. കാര്യമായിട്ടെന്ന് പറഞ്ഞാൽ ഉള്ളതിൽ ചെറുതെടുത്ത് കൊടുക്കണം എന്നല്ല, ഉള്ളതിലെ ഇപ്പം നാളെ എന്തെങ്കിലും ആവും ഒന്നും ചിന്തിക്കണ്ട, അള്ളാഹുവിന് വേണ്ടി നല്ലൊരു നിയ്യത്തോടു കൂടെ നമ്മൾ കൊടുക്കുക, അള്ളാഹു ഇതിന് പകരം തരും, ഉറപ്പാണ്, ഒരു സംശയവുമില്ല. ഇൻഷാ അല്ലാഹ് ലഅൻഫഖ്തുഹാ ഫീ സബീലില്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ വഴിയിൽ കൊടുത്തിരിക്കും. അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങൾ പറഞ്ഞു, വീണ്ടും തമന്നൗ, ആഗ്രഹിച്ചോളൂ. അപ്പൊ ആർക്കൊന്നും പറയാനില്ല, ഇനി ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ലാ നജിദു മാ നതമന്ന, ഒന്നും കിട്ടണില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ ആഗ്രഹം ഒന്ന് പറഞ്ഞേക്കണേ, നിങ്ങൾ എന്താ കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഈ ദുനിയാവിൽ? അപ്പൊ പറഞ്ഞു, ലൗ കാന ലീ അംസാലു അബീ ഉബൈദത്ത് ബിനുൽ ജറാഹ് വസാലിം മൗലാ അബീ ഹുദൈഫ വമുആദ് ബിൻ ജബൽ ലസ്തഅമൽതുഹും ഫീ ഇഅലാഇ കലിമത്തില്ലാഹ്. എനിക്ക് വേണ്ടത് ചില ആളുകളെയാണ്, പൈസയല്ല, വ്യക്തികൾ. ഇപ്പൊ ഇവിടെ അൽ ഹിദായ എന്ന് പറയുന്ന ഒരു ചാരിറ്റി സംവിധാനമുണ്ട് അല്ലേ, വളരെ 2 കോടിയിലേറെ രൂപ ഇവിടുത്തെ രോഗികൾക്ക്, പാവപ്പെട്ടവർക്ക് നൽകിക്കഴിഞ്ഞു എന്നാണ് പറഞ്ഞു. കുറേ കുട്ടികളുടെ കല്യാണം കഴിച്ചു കൊടുത്തു. എത്ര 100 പിള്ളേരെ പള്ളി ചെയ്ത് കൊടുത്ത, മാഷാ അല്ലാഹ്. കണ്ണന്തറ നന്മകളുടെ ഒരു വല്ലാത്ത ഒരു കലവറയാണ്. അത്രയും മനോഹരമായൊരു പ്രദേശം. കുട്ടികളെ അപ്പം ഞാൻ ചോദിച്ചു, നമ്മുടെ മക്കളൊക്കെ ഈ മയക്കുമരുന്നും അഡിക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ, നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, കുട്ടികൾക്ക് ഒഴിവുള്ള സമയം ഞങ്ങളവരെ പല കാര്യങ്ങളിൽ വ്യാപൃതരാക്കുന്നുണ്ട്, കാറ്ററിങ്ങിന് കൊണ്ടുപോകുന്നുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഞങ്ങൾ പാവപ്പെട്ട രോഗികൾക്കാണ് കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. വീക്കെൻഡിൽ അവർക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു 10, 200, 500 രൂപ കിട്ടുന്നത്, ആ പൈസ എടുത്ത് അവർ പറഞ്ഞു, ഒരു ഫംഗ്ഷൻ എത്ര 10-14,000 രൂപ എങ്ങാനും കിട്ടും. അതെ, 275ഓളം കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തു. മാഷാ അല്ലാഹ്. ഇതൊരു വലിയ മാതൃക സൃഷ്ടിച്ച ഒരു മഹല്ലാണ്. കേരളീയ മഹല്ലുകൾക്ക് ഇത് വലിയ മാതൃകയാണ്. നിങ്ങളുടെ ഈ ആവേശവും നിങ്ങളുടെ ഈ താല്പര്യവും നിങ്ങളുടെ മുഖത്തെ ഈ അഭിമാനബോധവും എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു എന്ന് ഒരിക്കലൂടെ ഞാൻ പറയാണ്. ഇത് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ സേവനമാണ്. വ്യക്തികൾ, ഇസ്ലാമിന് വേണ്ടത് അതാണ്. പൈസയും സൗകര്യങ്ങളൊക്കെ വേണം, പക്ഷേ അതിലപ്പുറമാണ് വ്യക്തികൾ. ഉമർ തങ്ങളുടെ ആഗ്രഹം എന്താണെന്നറിയോ? എനിക്ക് അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് തങ്ങളെ പോലെ, സാലിം മൗലാ അബീ ഹുദൈഫ, അബൂ ഹുദൈഫ തങ്ങളുടെ പരിചാരകനായ സാലിം തങ്ങളെ പോലെ, ഉലമാക്കളുടെ നേതാവ് എന്ന് നബി തങ്ങൾ പറഞ്ഞ സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള നല്ല നല്ല ആളുകളെ കിട്ടുകയാണെങ്കിൽ
അവരെ ഉപയോഗിച്ച് അള്ളാഹുവിൻ്റെ ഈ സത്യസന്ദേശം മനുഷ്യർക്ക് കൈമാറാൻ ഞാൻ അവരെ ഉപയോഗിക്കുമായിരുന്നേനെ. എൻ്റെ ആഗ്രഹം അത്തരം ആളുകളെ കിട്ടണമെന്നാണ്. നല്ല മാൻ പവർ, എനിക്കതാണ് വേണ്ടത്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അതൊരു വ്യത്യസ്തമായ ചിന്തയാണ്. നമ്മുടെ മക്കൾ നാളെ വലുതായി ജോലി കിട്ടി, പഠിക്കുന്നതൊക്കെ ജോലിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? അങ്ങനെ ഒരു പ്രൊഫഷണൽ ലോകം മെറ്റീരിയലൈസ്ഡ് മാറിയിട്ടുണ്ട്. ഏത് ജോലി, എന്ത് കിട്ടും, എത്ര ശമ്പളം കിട്ടും, ആ കോഴ്സ് പഠിച്ചാൽ ഇത്രയും നമ്മൾ ആലോചിക്കുന്നത്. പക്ഷെ പഠിക്കുന്നത് ഫോർ ദ സേക്ക് ഓഫ് നോളജ്, അറിയാൻ വേണ്ടി പഠിക്കുക, അങ്ങനെ സംഭവം ഇപ്പോൾ കുറവാണ്. പടച്ച റബ്ബ് നമ്മളൊക്കെ സഹായിക്കട്ടെ, അങ്ങനെയല്ലേ പറയാൻ കഴിയൂ. നമ്മുടെ മക്കൾ വലുതായി ഒരുപാട് പൈസ നമുക്ക് കൊണ്ടുതരുന്നതിനേക്കാൾ വലുതാണ് അവർ മുതിർന്നവരായി മാറുമ്പോൾ നമ്മുടെ പെൺകുട്ടികളും ആൺമക്കളും നല്ല മക്കളായി മാറുക എന്നത്. നല്ല മക്കളായി അവർ മാറട്ടെ, ഇതാണ് നമ്മുടെ ആഗ്രഹമാവേണ്ടത്. അവർ നന്നാവട്ടെ. ചിലപ്പോൾ കാശുണ്ടായില്ല എന്ന് വരും, കുറച്ചുണ്ടായിന്ന് വരും, കുറച്ച് കൂടുതലായി കുറഞ്ഞെന്ന് വരും, അതൊന്നും പ്രശ്നമല്ല. അവർ നല്ല സൽസ്വഭാവികളാണ്, അവർ തിന്മകൾ കടിമകളല്ല, അവർ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരാണ്, നാടിനെ ഇഷ്ടപ്പെടുന്നവരാണ്, ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, മനുഷ്യ സമൂഹത്തിന് വേണ്ടി സേവന പ്രവർത്തനങ്ങളിൽ നിരതരാകുന്നവരാണ്. അങ്ങനത്തെ ഒരു മക്കളാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ഈ ലോകത്തിന്റെ സൗഭാഗ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മുഅ്മിനെ, ഏറ്റവും വലിയ സൗഭാഗ്യം അതാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കി തരട്ടെ. മക്കളില്ലാത്ത ഒരുപാട് ദമ്പതിമാർ ഈ സദസ്സിലുണ്ടായിരിക്കാം, പരിപാടി കേൾക്കുന്നവരുണ്ടായിരിക്കാം, ഓൺലൈനിലായിട്ടും മറ്റും. അള്ളാഹു അവർക്കൊക്കെ കൺകുളിർമയുള്ള മക്കളെ റബ്ബ് തആല നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കടുത്ത ഒരു വരൾച്ച സംഭവിക്കുകയാണ്. ആമുർ റമാദ എന്നാണ് അതിന്റെ പേര്. അതായത് മദീനയുടെ പരിസരങ്ങളിൽ മഴയില്ലാത്ത വർഷങ്ങളായി. 5 വർഷത്തോളം മഴ കിട്ടുന്നില്ല, കൃഷിയില്ല, ഈത്തപ്പന കഴിക്കുന്നില്ല, മദീനയിൽ ഭക്ഷണമില്ല, പട്ടിണിയാണ്. ഫറൂഖ് റളിയല്ലാഹു അൻഹു മദീന മിമ്പറിൽ കയറി ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വയറിൽ നിന്ന് ശബ്ദം വരുന്നുണ്ട്, ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടുള്ള ശബ്ദം. അന്നേരം പറഞ്ഞ വാക്കുണ്ട്, തങ്കലിപികളാൽ അത് ലേഖനം ചെയ്യപ്പെട്ടു. മിമ്പറിൽ നിന്നുകൊണ്ട് ഉമർ എന്നവർ സ്വന്തം വയറിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, ഖർഖിർ ഔ ലാ തുഖർഖിർ വല്ലാഹി യാ ഉമർ ലാ തഅകുലു ഹത്താ യശ്ബഅ തുഫാലുൽ മുസ്ലിമീൻ. ഉമറേ, നിന്റെ വയറിൽ നിന്ന് ഏതൊക്കെ ശബ്ദം വന്നാലും കാര്യമില്ല കേട്ടോ. മുസ്ലിമീങ്ങളുടെ പിഞ്ചു പൈതങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഉമറേ നിന്റെ വായയിലേക്ക് ഞാനൊന്നും തരില്ല എന്ന് സ്വന്തത്തോട് സംസാരിച്ച ഭരണാധികാരിയാണ്. ലോകത്തിന് നീതിയുടെ അതിഉദാത്തമായ സംഭാവനകൾ ചെയ്ത മഹാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാത്മജി പറഞ്ഞു പോൽ, ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമറിന്റെ ഭരണ സംവിധാനമാണെന്ന്. സുബ്ഹാനല്ലാഹ്. قرقر أو لا تقرقر إن جاء في شدة قوم شركتهم في الجوع أو تنجلي عنهم غواشيها جوع الخليفة والدنيا بقبضته في الزهد منزلة سبحان موليها. 20 രാജ്യങ്ങളുടെ അധികാരം കൈകളിൽ ഉണ്ടായിരുന്ന ഭരണാധികാരിയാണ്. ഒരു നേരത്തെ ഭക്ഷണം എൻ്റെ പ്രജകൾ മുഴുവൻ വയറ് നിറയുന്നവരെ ഞാൻ തിന്നില്ല എന്ന് പറഞ്ഞ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഷാമിലേക്ക് മസ്ജിദുൽ അഖ്സായുടെ താക്കോൽ ജെറൂസലേമിലെ പാട്രിയാർക്കീസുമാർ മുസ്ലിമീങ്ങളുടെ ഖലീഫയ്ക്ക് നിരുപാധികം കൈമാറാമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ മദീനയിൽ നിന്ന് ഷാമിലേക്ക് ജെറൂസലേമിലേക്ക് കടന്നു പോകുന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇന്നും മസ്ജിദുൽ അഖ്സയുടെ മുമ്പിൽ മസ്ജിദ് ഉമർ എന്നൊരു പള്ളിയുണ്ട്. അതിന് മാർക്കറ്റിലൂടെ മസ്ജിദുൽ അഖ്സയിലേക്ക് പോകാൻ ഒരുപാട് വഴിയുണ്ട്. അതിൽ മാർക്കറ്റിലൂടെ പോവുകയാണെങ്കിൽ മസ്ജിദ് ഉമർ, ഇപ്പുറത്ത് ചർച്ച് ഓഫ് സെപ്പൽക്കർ, ഒരു ഭാഗത്തൊരു ചർച്ച് മുമ്പിൽ, ഇപ്പുറത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലെ മസ്ജിദ്, അതിൻ്റെ ഇടയിലൂടെ നമ്മൾ കടന്നു പോവുക. അന്ന് ഉമർ എന്നവർ താക്കോല് വാങ്ങാൻ വന്നപ്പോഴാണ് ക്രിസ്ത്യാനികൾ മഹാനവറുകൾക്ക് വളരെ ആദരം കൊടുത്ത് സ്വീകരിച്ചപ്പോൾ അശ്ർ നിസ്കാരത്തിന്റെ സമയമായി. ഉമർ എന്നവർ പറഞ്ഞു, എനിക്ക് നിസ്കരിക്കാൻ സമയമായല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ഖലീഫത്തുൽ മുസ്ലിമീൻ, ഞങ്ങളുടെ ചർച്ചിൽ നിങ്ങൾക്ക് നിസ്കരിക്കാം. അദ്ദേഹം പറഞ്ഞ മറുപടി, ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എത്ര ദീർഘദൃഷ്ടിയുള്ളതാണ്. അദ്ദേഹം മഹാനവറുകൾ പറഞ്ഞു, നിങ്ങളുടെ ഈ മഹാമനസ്കതക്ക് നന്ദി. പക്ഷേ ഞാൻ ഇന്നിവിടെ നിസ്കരിച്ചു പോയാൽ
ഈ രാജ്യം മുസ്ലിം ഭരണത്തിന് കീഴിൽ വരുമ്പോൾ ഒരുപക്ഷെ ഇത് ഞങ്ങൾക്ക് വേണം, ഇത് ഞങ്ങളുടെ ഭരണാധികാരി നിസ്കരിച്ച ഇടമാണെന്ന് പറഞ്ഞ് ഒരു അവകാശവാദം വന്നേക്കാം. അത് വേണ്ട, എനിക്ക് കുറച്ചപ്പുറത്ത് ഒരു സ്ഥലം വൃത്തിയാക്കി തന്നാൽ മതി. അവിടം വേസ്റ്റുകൾ കുമിഞ്ഞുകൂടിയിരുന്ന സ്ഥലമായിരുന്നുവെന്നാണ്. അതൊക്കെ ഒന്ന് വലിച്ചു നീക്കി വൃത്തിയാക്കി അമീറുൽ മുഅ്മിനീനും കൂടെ വന്ന സ്വഹാബിമാർക്കും നിസ്കരിക്കാൻ ഇടം കൊടുത്തു. അത് ഈ സെപ്പറക്കൽ ചർച്ചിന്റെ നേരെ ഓപ്പോസിറ്റിലാണുള്ളത്. നേരെ അതിന് നടുവിലൂടെ വഴിയാണ്. ആ മസ്ജിദാണ് മസ്ജിദ് ഉമർ റളിയല്ലാഹു അൻഹു. എത്ര വലിയ മത സൗഹാർദ്ദത്തിന്റെ, സഹിഷ്ണുതയുടെ, ഒരാളെയും വേദനിപ്പിക്കരുത്. ഒരു മതവിശ്വാസിക്കും ഏത് ആചാര വിശ്വാസമായിരിക്കട്ടെ എൻ്റെ കാരണം കൊണ്ട് പിന്നീട് പോലും ഒന്നും സംഭവിക്കരുത് എന്ന് ചിന്തിച്ച മഹാൻ. അതാണ് അള്ളാഹുവിന്റെ ഹബീബ് വളർത്തിയെടുത്ത സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ചടങ്ങിന് ചെന്നപ്പോ ഒരുപാട് ഭക്ഷണം മഹാനവറുകളെ സ്വീകരിക്കുന്ന വേദിയല്ലേ. ഭക്ഷണ തിന്മേശയിൽ ഇരുന്നപ്പോ ഒരുപാട് ഭക്ഷണമുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, യാ അല്ലാഹ് കുല്ലു ഹാദാ ലനാ, ഇത്രയും ഭക്ഷണം നമുക്കോ? വഖദ് മാത ഇഖ്വാനുനാ ലം യശ്ബഉ മിൻ ഖുബ്സ് അശ്ശഈർ വല്ലാഹി ലാ അത്അമു. ആമുർ റമാദയുടെ ശേഷമാണ് അത്രയും സംഭവം നടക്കുന്നത്. എത്രയോ പാവപ്പെട്ട എൻ്റെ അനുജന്മാർ, എൻ്റെ അനുജത്തിമാർ, എൻ്റെ ജ്യേഷ്ഠന്മാർ, ജ്യേഷ്ഠത്തിമാർ ബാർലിയുടെ ഒരു റൊട്ടി പോലും ഉണ്ടാക്കി വയറ് നിറക്കാൻ കഴിയാതെ എത്രയായിരം മരിച്ചു പോയിട്ടുണ്ട്. എന്നിട്ട് എനിക്കാണോ ഇത്രമേൽ ഭക്ഷണം നിങ്ങൾ ഒരുക്കി വെച്ചത്? വല്ലാഹി ലാ അകുലു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിലാണ് ഞാൻ ഈ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? പട്ടിണിയായി മരിച്ചുപോയ പാവങ്ങളോട്, ദാരിദ്ര്യത്തിന്റെ അവശതകൾ മുഴുവൻ, കയ്പ് നീരുകൾ അനുഭവിച്ച് മരിച്ചുപോയ പാവങ്ങളോട് മനസാ വാചാ കർമ്മണ മഹാനവറുകൾ കൊടുത്ത സപ്പോർട്ടാണ്, അവരോടുള്ള വിധേയത്വമാണത്. വല്ലാഹി ലാ ആകുലു, ഇനി ഒരിക്കലും ഞാനിത് കഴിക്കില്ല, എനിക്കിത് കഴിക്കാൻ കഴിയില്ല, എനിക്ക് ഈത്തപ്പഴവും വെള്ളവും തന്നാൽ മതി. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് ഇൻ ജാഅ ഫീ ശിദ്ദത്തിൻ ഖൗമുൻ ശരിക്തുഹും ഫിൽ ജൂഇ ഔ തൻജലി അൻഹും ഗവാശിഹാ ജൂഉൽ ഖലീഫത്തി വദ്ദുനിയാ ബിഖബ്ളതിഹി في الزهد منزلة سبحان موليها. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് ആമുർ റമാദയിൽ അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് നിവേദക സംഘങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ മദീനയിൽ വരുന്നു. എന്തെങ്കിലും ഒന്ന് മദീനയിൽ ഉണ്ടാകും കഴിക്കാൻ. ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു ചീന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഒട്ടിയ വയറുമായി മദീനയിലേക്ക് വരുന്ന ആയിരങ്ങൾ. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇവർക്ക് മുഴുവനുമായി വലിയ ഒരു ഭക്ഷണം അവിടെ സംഘടിപ്പിച്ചു. ആ ഭക്ഷണം കഴിച്ചത് 7000 ആളുകളാണ് അന്ന് മദീനയിൽ ഒരൊറ്റ നേരം ഭക്ഷണം കഴിച്ചത്. അപ്പോഴേക്കും മദീനയുടെ ഗ്രൈനറി, ധാന്യ സൂക്ഷിപ്പ് പുരയിലെ എല്ലാം തീർന്നു പോയിട്ടുണ്ട്. ഒരു ഈത്തപ്പഴം പോലും ബാക്കിയില്ല. ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, ഇവിടെ വരാൻ കഴിയാത്ത പാവപ്പെട്ട രോഗികൾ എത്ര പേരുണ്ട്? വൃദ്ധജനങ്ങൾ എത്ര പേരുണ്ട്? ഇവിടേക്ക് എത്തിപ്പെടാൻ കഴിയാത്തവർ എത്ര പേരുണ്ട് എന്ന് നോക്കുമ്പോൾ ഫഖദ് ബലഗു 40,000 ആളുകൾക്ക് ഇനിയും അവിടെ ഭക്ഷണം വേണമായിരുന്നു. അപ്പോഴാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, അല്ലാഹുവേ, ഇങ്ങനെ മഴ കിട്ടാതെ ഞങ്ങൾ ബുദ്ധിമുട്ടായാൽ, ഇത്തരം ആളുകൾ വിശന്ന് മരണപ്പെടുമ്പോൾ റബ്ബേ, നീ എന്നോടതിന് കാരണം ചോദിക്കുമോ? ഞാനതിന് കാരണക്കാരനാകുമോ? എല്ലാവരോടും അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, നമുക്ക് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാം, ഇസ്തിസ്ഖാ നിസ്കാരം നിർവഹിക്കണം, അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കണം, അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കണം, അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു എല്ലാവരെയും ഇസ്തിസ്ഖാ നിസ്കാരത്തിന് ക്ഷണിക്കുകയാണ്, മഴയെ തേടിയുള്ള നിസ്കാരത്തിന്. വഴിയിലൂടെ പോകുമ്പോൾ മദീനയിൽ ആരും ചിരിക്കുന്നില്ല, ആരും സംസാരിക്കുന്നില്ല. അമീറുൽ മുഅ്മിനീൻ ചോദിച്ചു, എന്തേ ആളുകൾ മിണ്ടാത്തത്? ലാ യതഹദ്ദസൂന വലാ യദ്ഹഖൂന വലാ യംസഹൂൻ. തമാശ പറയുന്ന ആളുകളെ കാണാനില്ല,
ചിരിക്കുന്നവരില്ല, എല്ലാവരും സങ്കടത്തിലാണ്. അമീറുൽ മുഅ്മിനീൻ ചോദിച്ചു, എന്തേ ഇതിന് കാരണം? അവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഖദ് സഅലൂ ഫലം യജിദൂ ഫഖതഉ സുആൽ. അവർ ചോദിച്ചു, ഒരുപാട് ഞങ്ങൾക്ക് വേണം, വല്ലതും തരണമെന്ന്, ആർക്കും കൊടുക്കാനില്ല, ഇനി ആരോടും അവർ ചോദിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് സങ്കടം കൊണ്ടാണ് മിണ്ടാത്തത്, സങ്കടം കൊണ്ടാണ് ചിരിക്കാത്തത് എന്ന് മഹാനായ അമീറുൽ മുഅ്മിനീനോട് അവർ മറുപടി പറയുന്നു. അല്ലാഹുവിന്റെ മുമ്പിൽ പാപമോചനം ചോദിച്ച് കരയാൻ പോവുകയാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മഹാനായ അബീ വജ്സത്ത് അസ്സഅദി റളിയല്ലാഹു അൻഹു ഈ സംഭവം ഉദ്ധരിക്കുന്നു. ഖറജ ഉമറു ബിനാ ആമർ റമാദ. ആമുർ റമാദയിൽ അതിശക്തമായ ഡ്രോട്ട് സംഭവിച്ച കാലം, ക്ഷാമം സംഭവിച്ച കാലം. ഞങ്ങൾ മുസല്ലയിലേക്ക് പോയി, ഞങ്ങൾക്ക് വേണ്ടി മഴയെ തേടി നിസ്കരിക്കാൻ. അമീറുൽ മുഅ്മിനീനാണ് ഇമാം. ഫകാന അക്സറ ദുആഇഹി അൽ-ഇസ്തിഗ്ഫാർ. അല്ലാഹുവേ പൊറുക്കണേ, അല്ലാഹുവേ മാപ്പ് തരണേ, പടച്ചവനെ എന്നോട് ക്ഷമിക്കണേ എന്ന് മാത്രമാണ് ഉമർ എന്നവരെന്ന് ദുആ ചെയ്തിരുന്നത്. ഹത്താ ഖുൽതു ലാ യസീദു അലൈഹി. ഇത് മാത്രമാണോ ഇന്നത്തെ ഖുത്ബ, ഇത് മാത്രമാണോ ഇന്നത്തെ പ്രാർത്ഥന എന്ന് പോലും ഞങ്ങൾക്ക് തോന്നിപ്പോയി. എന്നിട്ട് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ഖുത്ബ നിർവഹിച്ചു. ഇത്തഖുല്ലാഹ ഫീ അൻഫുസികും. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. വമാ ഗാബ മിനൻ നാസി മിൻ അംരികും ഖദ് ബുതുലീതും ബികും വബുതുലീതും ബി. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നിങ്ങളുടെ വിഷയത്തിലും ഇവിടെ വരാൻ കഴിയാത്ത 100 കണക്കിന് ആളുകളുണ്ട്, പാവങ്ങൾ, അവരെയും നിങ്ങൾ ഓർക്കണമേ. എത്ര മനോഹരമാണത്. നമ്മുടെ വീടുകളിൽ ഭക്ഷണവും വെള്ളവും വെളിച്ചവും സൗകര്യവും ഉണ്ടാകുമ്പോൾ അതിലൊന്നുപോലും കിട്ടാതെ നമ്മുടെ മഹല്ലുകളിലോ പരിസര പ്രദേശങ്ങളിലോ ആരെങ്കിലും കണ്ണീർ കുടിച്ച് കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ ഓർക്കണമേ എന്നൊരു പ്രഖ്യാപനമാണത്. നിങ്ങൾ നിങ്ങളെ മാത്രം നോക്കിയാൽ പോരാ, നിങ്ങൾ കാണാത്ത പാവങ്ങൾ നിങ്ങളുടെ മഹല്ലുകളിൽ കിടക്കുന്നുണ്ടാകും. ഇതുപോലും എഴുതാൻ കഴിയാതെ എത്രയോ പട്ടിണി പാവങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ അവരെ ശ്രദ്ധിക്കണമേ. ഫഖദുബ്തുലീതു ബികും വബ്തുലീതും ബി. ഞാൻ നിങ്ങൾക്ക് പരീക്ഷണമാണ്, നിങ്ങൾ എനിക്കും പരീക്ഷണമാണ്. ഫമാ അദ്രി അസ്ഖതത അലയ്യ ദൂനകും. അല്ലാഹു എന്നോട് മാത്രമാണോ കോപിക്കാൻ പോകുന്നത്? നിങ്ങളോടൊന്നും കോപിക്കാതെ എന്നോട് മാത്രം കോപിക്കുമോ? ഔ അലൈക്കും ദൂനി. നിങ്ങളോട് കോപിക്കുകയും എന്നെ വെറുതെ വിടുകയും ചെയ്യുമോ? ഇതൊന്നും എനിക്കറിയില്ല. ഈ പരീക്ഷണം നമ്മെ എല്ലാവരെയും ഒരുപോലെ ബാധിച്ചതുകൊണ്ട് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. എന്തിന്? അരി വേണം, ഭക്ഷണം വേണം എന്നല്ല പറയുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ നന്നാക്കി തരാൻ. ആരോടും വെറുപ്പില്ലാതെ, ആരോടും വൈരാഗ്യമില്ലാതെ, ആരോടും പകപോക്കാനില്ലാതെ, ആരോടും വെറുപ്പില്ലാത്ത ഹൃദയം നമുക്ക് ലഭിക്കാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം. നോക്കണേ, പരിഹാരം അവിടെയാണ്. നമ്മോട് കരുണ കാണിക്കാനും അല്ലാഹുവിനോട് ദുആ ചെയ്യാം. പരീക്ഷണങ്ങൾ അല്ലാഹു എടുത്തു കളയാനും. കൈ ഉയർത്തി കരയുകയായിരുന്നു ഉമർ എന്നവർ. ജനങ്ങൾ മുഴുവനും അവർക്ക് പിന്നിൽ ദുആ ചെയ്യുന്നു. യബ്കൂൻ, അവരും കരയുകയാണ്. അങ്ങനെ ആ പ്രാർത്ഥന തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഹത്താ ജാഅത്തിർ റഹ്മത്തു മിനല്ലാഹ്, മഴ അതാ പെയ്യാൻ തുടങ്ങുന്നു. വളരെ മനോഹരമായ മഴ. മദീനക്ക് പരിസരങ്ങളിലും മദീനയിലും മുഴുവൻ മഴ പെയ്യുകയാണ്. ഇത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അൽ കറാമത്തുൽ ഉമരിയ. അല്ലാഹു ഉമർ എന്നവർക്ക് നൽകിയ കറാമത്ത്, ബഹുമാനമാണത്. അല്ലാഹു നൽകുന്ന കറാമത്താണത്. അല്ലാഹു നൽകുന്ന ആദരവ്. ആ മഹാനുഭാവന്റെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം കൊടുത്തു. മദീനയിൽ അന്നൊരിക്കൽ ഒരു ഭൂകമ്പമുണ്ടായപ്പോ, മദീനയിൽ ഭൂകമ്പമുണ്ടായി ഉമർ തങ്ങളുടെ കാലത്ത്. ആ സമയം ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ് ഭരണാധികാരി. മദീനക്കാരെ മുഴുവൻ പേടിച്ചു. പെണ്ണുങ്ങളും കുട്ടികളും പുറത്തേക്ക് ഇറങ്ങി ഓടി. വീടുകൾ ഇടിഞ്ഞു പൊളിഞ്ഞ് തലയിലേക്ക് വീഴുമോ എന്നവർ പേടിച്ചു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടിയന്തരമായി ഒരു വിളംബരം ചെയ്തു. പുരുഷന്മാർ മുഴുവനും മസ്ജിദുൻ നബവിയിലേക്ക് വരണം. ഹബീബിന്റെ മസ്ജിദിൽ അവരൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു.
അവിടെ മിമ്പറയിൽ കയറി ഫറൂഖ് റളിയല്ലാഹു അൻഹു ഒരു പ്രഭാഷണം ചെയ്തിട്ടുണ്ട്. ആ പ്രഭാഷണത്തിന്റെ അവസാനം മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. തിന്മകൾ നടക്കുന്നിടത്താണ് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുന്നത്. ഇത് അല്ലാഹുവിന്റെ റസൂല് ജീവിച്ചു പോയ നാടാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിലോ നിങ്ങളുടെ അങ്ങാടികളിലോ അള്ളാഹു ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും നടക്കുമ്പോഴാണ് ഇതുപോലെ പരീക്ഷണങ്ങൾ വരുന്നത്. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഇനി ഒരിക്കലൂടെ മദീനയിൽ ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ ഉമർ ഇവിടെ നിന്ന് രാജ്യം വിടും. ഉമർ നിങ്ങളോടുകൂടെ ഉമർ എന്നവർ നിങ്ങളുടെ കൂടെ താമസിക്കാൻ ഇനി മദീനയിൽ ഒപ്പമുണ്ടാകില്ലെന്ന് ഓർത്തോളൂ. ഇനി ഒരു ഭൂകമ്പത്തിന് അവസരമുണ്ടാക്കിയാൽ ഉമർ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ വളരെ ഗംഭീരമായൊരു ഉണർത്തൽ ഫറൂഖ് റളിയല്ലാഹു അൻഹു. ഇത് ഉമ്മത്തിന്റെ ചിന്തകളെ ഉണർത്തുകയാണ്. ഭൗതികമായ കാരണങ്ങൾ, ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിയിരിക്കുമ്പോഴാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്, സയൻസ് പഠിപ്പിക്കും. പക്ഷെ അതിനൊരു ആത്മീയമായ വശമുണ്ട്. അല്ലാഹുവിന്റെ ഇടപെടലാണ് ഇതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആ പാഠമാണ് ഉമർ എന്നവർ പറയുന്നത്. പരീക്ഷണങ്ങൾ വരുന്നത് അല്ലാഹുവിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് മടങ്ങാതിരിക്കുമ്പോഴാണ്. നമ്മുടെ ചിന്തകളിൽ നടക്കുന്ന ഓരോ നടത്തത്തിലും, കൊറോണ ഒക്കെ കഴിഞ്ഞു പോയത് നമ്മൾ മറന്നല്ലേ? എത്ര പെട്ടെന്ന് മറന്നു. എങ്ങനെ പേടിച്ച്, ഏതെല്ലാം റോഡുകൾ കവലകൾ അടച്ചു വെച്ച്, വീടുകൾ അടച്ചു പിടിച്ച്, ഒരാളെയും അകറ്റ് കയറ്റാതെ പുറത്തുകൂടെ കോവണി വെച്ചു കൊടുത്ത് അട്ടപ്പുറത്ത് കയറ്റിയിരുത്തി, എന്തൊക്കെ കഴിഞ്ഞുപോയി. നമ്മൾ മറന്നു അതൊക്കെ. ഇപ്പോ ഫലമ്മാ കശഫല്ലാഹു അൻഹുമുൽ ദുർ, പ്രയാസങ്ങളൊക്കെ നീങ്ങിയപ്പോ അങ്ങനെ ഒരു സംഭവേ നടക്കാത്ത പോലെ എത്ര ആളുകൾ മരണപ്പെട്ടു. എത്ര ആളുകളെയും കൊണ്ട് ആംബുലൻസുകൾ ഓടി, എത്ര ആളുകളെ കൊണ്ടുപോകാൻ ആംബുലൻസ് കിട്ടാതെ വന്നു. നമ്മളതൊക്കെ മറന്നോ? എത്ര യൗവനങ്ങൾ അതിൽ പൊലിഞ്ഞുപോയി. അവരൊക്കെ ഇന്ന് ഖബറിന്റെ ഉള്ളിലാണ്. നാളെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാനിരിക്കുകയാണ്. നമ്മളിപ്പോൾ മേലെയാണ്, നമ്മൾ താഴെയാവും. അന്ന് കുറേ ആളുകൾ മേലെ വന്നിരിക്കും, പിന്നെ അവരും താഴേക്ക് പോകും. ഇങ്ങനെ വാടകയുടെ സമയം തീരുമ്പോൾ വീട് ഒഴിഞ്ഞുകൊടുത്ത് അവിടെ വേറൊരു വീട്ടുകാരൻ കയറി വരുന്ന പോലെ ഈ ഭൂമിയെ സമയം കഴിഞ്ഞാൽ ഒഴിവാക്കി അകത്തേക്ക് പോകുന്നവരാണ് ഞാനും നിങ്ങളൊക്കെ. ആ ഒരു ബോധം നമ്മിലുണ്ടെങ്കിൽ അതാണ് തഖ്വ, അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം. അതിനിടയിൽ കഴിയാവുന്ന സേവന പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് ചെയ്തുകൊണ്ട് ജീവിതം ധന്യമാക്കാം. ആരോടും വെറുക്കാനോ വൈരാഗ്യത്തിനോ വെറുപ്പിനോ വിദ്വേഷത്തിനോ പോകല്ലേ. ആർക്കൊക്കെ ഒരു വാക്കുകൊണ്ട്, നിങ്ങൾക്കാർക്കും പൈസ കൊണ്ട് മുഴുവൻ ആളുകളെയും സഹായിക്കാൻ കഴിയില്ല കേട്ടോ. പക്ഷേ വലാകിൻ ബിത്വീബിൽ കലിം, നല്ല വാക്കുകൊണ്ട് നിങ്ങൾക്ക് സഹായിച്ചൂടെ? പുണ്യനബി ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖറജ്നാ മഅ ഉമർ ഇബ്നുൽ ഖത്താബ് ഇലാ ഹർറത്തി വാഖിം. ഹർറത്ത് വാഖിം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഞങ്ങൾ കടന്നുപോയി എന്ന് ഉമർ എന്നവരുടെ മൗലയായിരുന്ന അസ്ലം റളിയല്ലാഹു അൻഹു പറയുന്നു. ഞങ്ങൾ ഹർറത്ത് വാഖിമിലെത്തി നിൽക്കുമ്പോൾ ദൂരെ ഒരു തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു തീജ്വാല കാണുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അസ്ലം, അസ്ലമേ, എനിക്ക് തോന്നുന്നു അത് ഏതോ യാത്രാ സംഘം വന്ന് മരുഭൂമിയിൽ തമ്പടിച്ചതാണ്. തണുപ്പ് കൊണ്ടോ പ്രയാസം കൊണ്ടോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഫൻതുലിഖ് ബിനാ, നമുക്കവിടേക്ക് ചെന്ന് നോക്കാം. ആരാ ഇത് ചെയ്യുന്നറിയോ? 20 രാജ്യങ്ങളുടെ ഭരണാധികാരി. ആളെ വിട്ടതല്ല, അവർ സ്വയം. അവരാരെങ്കിലും വന്ന് സഹായം ചോദിച്ചോ? ഇല്ല. നമുക്കവിടേക്ക് പോയി നോക്കാം. മഹാനായ അസ്ലം തങ്ങളോടുകൂടെ പോകുന്നു, ഓടിച്ചെല്ലുന്നു. നോക്കുമ്പോൾ അവിടെ കാണുന്നത് ഇംറഅതൻ മഅഹാ സുബിയത്തുൻ സിഗാർ, ഒരു ഉമ്മ. ആ ഉമ്മയുടെ കൂടെ കുറെ കൊച്ചുമക്കളും. ആ ഉമ്മ തീ കത്തിച്ചു വെച്ച് ഒരു പാത്രത്തിൽ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ അവിടെ നിന്ന് വിശന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, അസ്സലാമു അലൈക്കും അഹ്ലൽ ലൗഅ്, അസ്സലാമു അലൈക്കും അഹ്ലൻ നാർ. അവിടെ തീയാണ്. പക്ഷെ ഉമർ തങ്ങൾ തീയിന്റെ ആൾക്കാരെ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ, അത് നരകത്തെ ഓർമ്മിപ്പിക്കല്ലേ. അപ്പൊ അതിന് പകരം ലൗഅ് എന്ന പദം ഉപയോഗിച്ചു. അസ്സലാമു അലൈക്കും അഹ്ലൽ ലൗഅ്, പ്രകാശത്തിന്റെ ആളുകളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. അപ്പൊ അവർ വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. ഉമർ എന്നവർ ചോദിച്ചു, അഅദ്നു, ഞാൻ അടുത്തേക്ക് വന്നോട്ടെ? അതൊരു പെണ്ണാണ്, ഒരു സ്ത്രീയാണ്, അവരാദരിക്കുന്നു.
അവരുടെ കൂടെ മക്കളുണ്ട്, അതൊരു ഫാമിലിയാണ്. അപ്പൊ അവരുടെ അടുത്തേക്ക് വരട്ടെ, സഹായിക്കാനാണ് ഈ പോകുന്നത്, എന്നാൽ പോലും സമ്മതം ചോദിക്കണമെന്നാണ്. സമ്മതം ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഉദ്നു ബി ഖൈരിൻ ഔ ദഅ, വരാണെങ്കിൽ ഖൈറോടുകൂടെ വന്നോളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വന്നു. ഫമാ ബാലുക്കും, എന്തേ നിങ്ങൾക്ക് പറ്റിയത്? അപ്പൊ പറഞ്ഞു ഖസുറ ബിനൽ ലൈലു വൽ ബർദ്, രാത്രിയിലും തണുപ്പിലുമായി ഞങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്, രാത്രിയിലും തണുപ്പിലുമാണ്. അപ്പൊ ഈ മക്കൾ എന്തിനാ കരയുന്നത്? അവര് പറഞ്ഞു അൽ ജൂ, വിശപ്പ് കൊണ്ട് കരയുകയാണ്. അപ്പൊ ഈ പാത്രത്തിൽ എന്താണ്? അൽ മാ ഉസ്കിതുഹും ബിഹി, ആ വെള്ളത്തിൽ ഞാൻ വെറുതെ ഇങ്ങനെ കയ്യിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. മക്കൾ ഉറങ്ങുന്നവരെ ഞാൻ എന്തോ പാകം ചെയ്യുകയാണ് എന്ന് അവരെ ബോധിപ്പിക്കാൻ വേണ്ടി, വിശന്നവരെ ഉറങ്ങുന്നവരെ ഞാൻ അവരെ കാണിക്കാൻ ഒരു പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ആ പെണ്ണൊരു വാക്ക് പറഞ്ഞു, വല്ലാഹു ബൈനനാ വബൈന ഉമർ, ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഉമർ ഉണ്ടല്ലോ, ഉമറിനും അല്ലാഹുവിനും ഞങ്ങൾക്കും ഉമറിനും ഇടയിൽ അല്ലാഹു ഉണ്ട് എന്നൊരു വാക്ക് പറഞ്ഞു. ആ പെണ്ണിനറിയില്ല അതേ ഉമറാണ് റളിയല്ലാഹു അൻഹുവാണ് ഇവിടെ വന്ന് ചോദിക്കുന്നത് എന്നവർക്കറിയില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫമാ ബാലുകി ബി ഉമർ, നിങ്ങൾക്ക് ഉമർ എന്നവരെ അറിയുമോ? അപ്പൊ ആ പെണ്ണ് പറഞ്ഞു ഇല്ല, അറിയില്ല, പക്ഷേ ഞങ്ങളുടെ വിഷയം ഉമർ എന്നവർ അറിയണ്ടേ. അപ്പൊ വമാ യുദ്രി ഉമറു ബിക്കും, നിങ്ങളെ കുറിച്ച് ഉമർ എന്നവർക്ക് എങ്ങനെ അറിയാനാ? അവർ മദീനയിലല്ലേ ഉള്ളത്. അന്നേരം ആ പെണ്ണ് പറഞ്ഞു യതവല്ലാ അംറനാ സുമ്മ യഗ്ഫുലു അന്നാ അല്ലാഹു ബൈനനാ വബൈനഹു, ഞങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും എന്നിട്ട് ഞങ്ങളെ കുറിച്ച് അറിയില്ല എന്ന് പറയേ. അങ്ങനെയുണ്ടോ ഒരു ഭരണാധികാരി? ഉമർ എന്നവരെ അള്ളാഹിന്റെ കോടതിയിൽ ഞാൻ കണ്ടുമുട്ടുമെന്ന് പറഞ്ഞപ്പോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ആ ഉമ്മയുടെ മുമ്പിൽ എഴുന്നേറ്റ് പോന്നു. ഞാനാണ് ഉമർ എന്ന് പറഞ്ഞില്ല. അസ്ലം എന്നവർ പറയുന്നു റളിയല്ലാഹു അൻഹു ഫഅഖബല അലയ്യ ഉമറു ബിഹി മാ ബിഹി, വല്ലാത്ത സങ്കടത്തോടെ ഖിന്നനായി ദുഃഖിതനായി ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഇന്നൻ തൊലിഖ്, നമുക്ക് പോകാം അസ്ലമേ, നമുക്ക് പോകാം. ഒരു ചാക്ക് ഗോതമ്പിന്റെ പൊടിയെടുത്ത് അതിനാവശ്യമായ വിറകുമെടുത്ത് ഫാറൂഖ് തങ്ങൾ ഒരൽപ്പം നെയ്യിന്റെ മാംസത്തിന്റെ നെയ്യുണ്ട്, അതും അവിടെ കട്ടയായി കിടക്കുന്നത്, ഖുബ്ബത്തൻ മിൻ ഷഹ്മ്, അതും എടുത്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പുറത്ത് കയറ്റി വെച്ച് കൊണ്ടുവരുമ്പോ അസ്ലം എന്നവർ പറഞ്ഞു അമീറുൽ മുഅ്മിനീൻ, താഴെ വെക്കിൻ, ഞാൻ എടുത്തേക്കാം, നിങ്ങൾ ഈ ചാക്ക് ചുമക്കുകയോ? നിങ്ങൾ അമീറുൽ മുഅ്മിനീനല്ലേ, നിങ്ങൾ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയൊക്കെ ആവുമ്പോൾ നിങ്ങളിത് ചുമക്കേ, അത് കുട്ടികളെ ഏൽപ്പിച്ചാ പോരെ എന്ന് പറയുന്ന പോലെ ഫാറൂഖ് തങ്ങളുടെ മറുപടി വന്നു അസ്ലമേ, എന്റെ പാപങ്ങളുടെ ഭാരം നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ ചുമക്കുമോ? എങ്കിൽ നിങ്ങൾ ചുമന്നോളൂ, അത് ഞാനല്ലേ ചുമക്കേണ്ടത്, അതുകൊണ്ട് ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു 60 അടുക്കുന്ന ഫാറൂഖ് തങ്ങൾ ആ ഒരു ചാക്ക് ഗോതമ്പും എടുത്ത് മരുഭൂമിയുടെ മധ്യത്തിൽ എവിടെയോ കിടക്കുന്ന ആരാരുമില്ലാത്തൊരു ഉമ്മയെ, ഏതാനും പിഞ്ചു മക്കളെ ആശ്വസിപ്പിക്കാൻ പോവുകയാണ്. അവിടെ ചെന്ന് ഉമർ റളിയല്ലാഹു അൻഹു താഴെ ഇറങ്ങി ആ തിളച്ച വെള്ളത്തിലേക്ക് ഗോതമ്പിന്റെ പൊടിയിട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഉമർ തങ്ങൾ ഇളക്കുകയാണ്, തീ ഊതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പെണ്ണിനോട് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അസ്ലം എന്നവർ പറയുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ താടിരോമങ്ങൾ പാറുന്നതും അതിലൂടെ തീപ്പൊരി പാറിക്കളിക്കുന്നതും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഇപ്പോഴും കാണുന്നുണ്ട്. ആ ഒരു രാത്രിയിൽ ഭക്ഷണം പാകമായപ്പോ ഫാറൂഖ് തങ്ങളാണ് വിളമ്പിക്കൊടുക്കുന്നത് റളിയല്ലാഹു അൻഹു. എന്നിട്ട് മഹാനവറുകൾ ആ പെണ്ണിനോട് പറഞ്ഞു തുഅമീഹിം, നിങ്ങൾ കൊടുത്തോളൂ. നിങ്ങൾ അങ്ങനെ അവർക്ക് ചൊരിഞ്ഞു കൊടുത്തു, എല്ലാ ഭക്ഷണവും തയ്യാറ് ചെയ്തു കൊടുത്ത് ആ മക്കള് വയറ് നിറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഇറങ്ങുന്നത്. ആ പെണ്ണ് പറഞ്ഞു ജസാക്കല്ലാഹു ഖൈറാ, നിങ്ങൾക്ക് അല്ലാഹു നന്മ തരട്ടെ. കുൻത ഔലാ ബിഹാദൽ അംരി മിൻ ഉമർ, ഉമറിനെക്കാളും ഭരണാധികാരം ഏറ്റെടുക്കാൻ കഴിവും യോഗ്യതയും നിങ്ങൾക്കായിരുന്നു. നിങ്ങളാണ് ഖലീഫയാകേണ്ടത്, ഉമറല്ല. നിങ്ങളാവേണ്ടിയിരുന്നു ഖലീഫയെന്ന് മഹാനായ ഖലീഫയോട് ഫാറൂഖ് തങ്ങളോട് പറയുമ്പോഴും മഹാനായ ഉമർ എന്നവര് ഞാനാണ് ആ ഉമർ എന്ന് പറഞ്ഞില്ലെന്നാണ് അത്ഭുതം. അത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞൂടെ? എവിടെ പറഞ്ഞില്ല. അതാണ് റൈറ്റിയസ് ആൻഡ് സെൽഫ് റൈറ്റിയസ് തമ്മിലുള്ള വ്യത്യാസം. എന്ന് ഓർമ്മിപ്പിക്കുന്ന പോലെ
സ്വന്തം നന്മകളെ എടുത്തു പറഞ്ഞ് അതിൻ്റെ കൂലി നഷ്ടപ്പെടുത്തുന്ന ആളുകൾ കാണും. അതിനാണ് സെൽഫ് റൈറ്റിയസ്. അങ്ങനെ ആവരുത് എന്നാ, നമ്മൾ റൈറ്റിയസ് ആയാൽ മതി. ലാ തുബ്തുലു സദഖാതികും ബിൽ മന്നി വൽ അദാ. പാതിരാത്രിയിലെ ഇപ്പം നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, മിനിമം ഒരു സെൽഫിയെങ്കിലും എടുക്കൂലേ ആ കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട്. എന്നിട്ട് നാളെ പിറ്റേന്ന് രാവിലെ ഒരു കമൻറ്റ് എഴുതൂലേ, ഇന്നലെ രാത്രി ഞങ്ങൾ ഇത്ര ആളുകൾ ചെന്ന് ഇന്നൊരു ഫാമിലിയെ രക്ഷപ്പെടുത്തി, രാത്രി അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. അത് ഫേസ്ബുക്കിലെവിടെയും പോസ്റ്റ് ചെയ്യും. അതോടുകൂടെ ആ കൂലി പോവുകയും ചെയ്യും. നമ്മൾ ചെയ്യുന്നത് നശിപ്പിച്ചു കളയാണ്. ഇത് ഇസ്ലാമാണ്. ഇത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ആംഗിളിലൂടെ നോക്കുമ്പോൾ അത് ശരിയായിരിക്കാം. അങ്ങനെ ചെയ്തതിനിപ്പോൾ എന്താ കുഴപ്പം? പത്രത്തിലൊക്കെ ആൾക്കാർ കൊടുക്കണില്ല. ഓ, കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് രഹസ്യമാക്കി വെക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെക്കുറിച്ച് ജനങ്ങളുടെ കൽബിലേക്ക് അത് ഇട്ടുകൊടുക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു സംഗതി ഇല്ലേ, അത് നിങ്ങൾ ചോദിക്കാതെ അള്ളാഹു നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോയാൽ അത് കിട്ടൂല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷമല്ലേ, അത് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്താൽ പടച്ചതമ്പുരാൻ ചെയ്തു തരുന്നതാണ്. ഫറൂഖ് തങ്ങൾ പറഞ്ഞില്ല, ആ അമീറുൽ മുഅ്മിനീൻ ഞാനാണ്. ആ പെണ്ണ് പറഞ്ഞെന്താ, ഇവിടുത്തെ ഭരണാധികാരി ഉമറിനെക്കാളും അൻത ഔലാ ബിഹാദൽ അംർ മിൻ ഉമർ. നിങ്ങളായിരിക്കണമായിരുന്നു ഇവിടുത്തെ ഭരണാധികാരി, ഉമറല്ല. ഇങ്ങനത്തെ നിങ്ങളല്ലേ ഇവിടുത്തെ ഭരണാധികാരിയാവേണ്ടത്. ഉമർ തങ്ങൾ മറുപടി പറഞ്ഞത് ഖൂലീ ഖൈറൻ ഖൂലീ ഖൈറാ. സഹോദരി, നിങ്ങൾ നല്ലത് പറഞ്ഞേക്കിൻ എന്ന് മാത്രം പറഞ്ഞു. ഖൂലീ ഖൈറാ. എന്നിട്ട് റളിയല്ലാഹു തആല അൻഹു കുറേ ദൂരം ഇങ്ങനെ മാറി നിന്നിട്ട് ആ കുട്ടികളെങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികൾ ശാന്തമായി ഉറക്കത്തിലേക്ക് പോലെ. ആ മക്കൾ ഉറങ്ങിയതിനു ശേഷം പോരാനാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നിന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ പൊതുപ്രവർത്തനങ്ങളുടെ മാതൃകയാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടെ നിന്നാണ് ചാരിറ്റി പ്രവർത്തനം നമ്മൾ പഠിക്കുന്നത്. അവിടെ നിന്നാണ് മറ്റുള്ളവരെ സഹായിക്കണം എന്ന് നമ്മൾ പഠിക്കുന്നത്. ആ പഠനം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്രസയിൽ നിന്ന് പഠിച്ചതാണ്. ഹബീബ് പഠിപ്പിച്ചതാണ് അത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാറൂഖ് തങ്ങളുടെ അത്ഭുതങ്ങൾ അനന്തമായി തുടരുകയാണ്. ഇമാം ഔസാഇ റളിയല്ലാഹു അൻഹു പാതിരാത്രിയിൽ ഇറങ്ങി നടന്നൊരു സംഭവം പറയുന്നുണ്ട്. ത്വൽഹ റളിയല്ലാഹു അൻഹു പിന്നാലെ കൂടി. ഉമർ റളിയല്ലാഹു അൻഹു എങ്ങോട്ടാണ് രാത്രിയിൽ പോകുന്നത് എന്ന് മഹാനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു ഒരു വീടിനകത്തേക്ക് കയറി ചെല്ലുന്നു. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹു ഉമർ എന്നിവരെ വീക്ഷിക്കുകയാണ്. നേരം വെളുത്തപ്പോ, പ്രഭാതമായപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോൾ ഫൈദാ ഹുവ ബിഅജൂസിൻ അംയാ മുഅഖദ. ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ, കണ്ണു കാണാതെ പ്രായമായൊരു ഉമ്മയുടെ വീടാണത് എന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ഫഖാൽ, ഉമർ റളിയല്ലാഹു അൻഹു എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിച്ചു. മാ ബാലു ഹാദർ റജുലിൽ ലദീ യഅതീക്. ഇവിടെ രാത്രിയിൽ ആരോ ഒരാൾ വരുന്നുണ്ടല്ലോ, ആരാണത്? അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഒരാൾ വരുന്നുണ്ട്. ഇന്നഹു യതഅഹദുനി മുൻദു കദാ വകദാ. ഒരുപാട് വർഷങ്ങളായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്, ഇന്നും ഇന്നലെയൊന്നുമല്ല. യഅതീനി ബിമാ യുസ്ലിഹുനി. എനിക്ക് ആവശ്യമായ ഖിദ്മത്തുകൾ ചെയ്യാനാണ് അവർ വരുന്നത്. വയുഖ്രിജു അന്നിൽ അദാ. മൂത്രൊഴിക്കാൻ പോലും എഴുന്നേൽക്കാൻ കഴിയാതെ, ഒന്ന് നടക്കാൻ കഴിയാതെ ആ ഉമ്മ കിടന്ന കിടപ്പ് മുറിയിൽ ഒറ്റക്ക് എല്ലാം കഴിച്ചു കൂട്ടുമ്പോ ആ വീട് വന്ന് വൃത്തിയാക്കി തരുന്നത് ഇദ്ദേഹമാണ് എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് പോലും അറിയാതെ ആ ഉമ്മ പറഞ്ഞു. കണ്ണു കാണാത്ത ഉമ്മയാണ്. എന്നിട്ട് ഉമ്മ ഒരു ദുആ ചെയ്തു, ഫജസാഹുല്ലാഹു അന്നി ഖൈറാ. എനിക്ക് ഈ ചെയ്യുന്ന നന്മകൾക്ക് ആ മനുഷ്യൻ അല്ലാഹു നന്മ ചെയ്യട്ടെ. പറയുന്നത് ആരാ? കണ്ണു കാണാത്തൊരു ഉമ്മ, മുഖഅദ, വൃദ്ധയാണ്, കിടന്ന കിടപ്പിൽ കിടക്കുന്ന ഉമ്മയാണ്. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു, യാ ലില്ലാഹ് സകിലതക ഉമ്മുക യാ ത്വൽഹ അഅസറാത്തി ഉമർ തതതബ്ബഅ. സകിലതക ഉമ്മുക യാ ത്വൽഹ. ത്വൽഹ, നിങ്ങൾക്ക് നാശം. ആ വാക്കിനർത്ഥം ത്വൽഹ, നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങൾ നഷ്ടപ്പെടട്ടെ, എന്നിട്ട് നിങ്ങളുടെ വിരഹവേദന ആ ഉമ്മ അനുഭവിക്കട്ടെ എന്നൊക്കെയാണ്. പക്ഷെ അതൊരു അറബി പ്രയോഗമാണ്. സകിലതക ഉമ്മുക യാ മുആദ്. ഹദീസിൽ കാണാൻ കഴിയും. നബി തങ്ങൾ മുആദ് എന്നവരോട് പറയാം,
ثقلتك أمك يا طلحة. طلحة തങ്ങൾ സ്വയം പറയാൻ, ത്വൽഹ നിങ്ങൾ എന്ത് പണിയാണ്